ഇന്ത്യൻ ടീമിൻ്റെ ഡ്രസ്സിംഗ് റൂമിനകത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് വളരെ നഗ്നമായിട്ടുള്ള ഒരു സത്യമാണ്. അത് കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ത്യയുടെ ഡ്രസ്സിംഗ് റൂം, ഇന്ത്യയുടെ പ്ലേയേഴ്സ് ഇൻസെക്യൂർ ആണെന്നുള്ളത് പല റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് BGT സീരീസിനകത്ത് നമ്മൾ കണ്ടായിരുന്നു. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നമ്മൾ ഹോമിൽ ടെസ്റ്റ് പരാജയപ്പെട്ടപ്പോൾ നമ്മളത് കണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ലാസ്റ്റ് നടന്ന ODI സീരീസ്, T20 സീരീസ്, ഇംഗ്ലണ്ട് അയർലൻഡ് സീരീസിനകത്തും അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം വാർത്തകളൊക്കെ പുറത്തോട്ട് വരുന്നത് പ്ലേയേഴ്സ് റിയാക്ട് ചെയ്ത് തുടങ്ങി. ഗൗതം ഗംഭീർ എന്ന് പറഞ്ഞ ഏകാധിപതിയായിട്ടുള്ള ഹെഡ് കോച്ചിനെതിരെ സീനിയർ ആയിട്ടുള്ള പ്ലേയേഴ്സ് BCCIയുടെ മുമ്പിലേക്ക് കംപ്ലൈൻറ്റ് ഉന്നയിച്ചു. ഇതിനു മുമ്പ് ഇതേ അവസ്ഥ ഗ്രേറ്റ് ചാപ്പലിൻ്റെ കീഴിലാണ് കണ്ടത്. ഞാൻ വിചാരിച്ചു ഏറ്റവും മോശമായിട്ടുള്ള ഒരു കോച്ച് ഇന്ത്യയുടെ ഗ്രേറ്റ് ചാപ്പലായിരിക്കുമെന്ന്. എന്നാൽ ഗൗതം ഗംഭീറും ഒട്ടും പിന്നിലല്ല എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യം. ഗ്രേറ്റ് ചാപ്പലിൻ്റെ കീഴിൽ കളിച്ചു വളർന്ന ഒരു പ്ലെയറാണ് ഗൗതം ഗംഭീർ. ഗ്രേറ്റ് ചാപ്പൽ ആരാണെന്നും എന്താണെന്നും ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ വരുത്തിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും ഗൗതം ഗംഭീറിന് നല്ലപോലെ അറിയാം. ഗ്രേറ്റ് ചാപ്പലിൻ്റെ അതേ ഒരു മെതേഡ് തന്നെയാണ് ഗൗതം ഗംഭീറും എല്ലാ ഫോർമാറ്റിനകത്തും, ഇന്ത്യയുടെ 3 ഫോർമാറ്റിനകത്തും പിന്തുടരുന്നെന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഗ്രേറ്റ് ചാപ്പലിന് സൗരവ് ഗാംഗുലിയെ ടീമിൽ നിന്ന് പുറത്താക്കണമായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയൊരു അജണ്ട, സൗരവ് ഗാംഗുലിയെ പുറത്തേക്കാക്കണം. അതേ അജണ്ട തന്നെയാണ് ഗൗതം ഗംഭീറിന്. സീനിയർ ആയിട്ടുള്ള പ്ലേയേഴ്സിനെ ടീമിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളതാണ് ഗൗതം ഗംഭീറിൻ്റെ അജണ്ട. ഗ്രേറ്റ് ചാപ്പലിൻ്റെ മറ്റൊരു അജണ്ട എന്ന് പറഞ്ഞാൽ സച്ചിൻ്റെ പൊസിഷൻ മാറ്റം. സച്ചിനെയൊക്കെ ടെസ്റ്റിൽ നോക്കുവാണെങ്കിൽ 4ാം നമ്പറിലൊക്കെ കളിപ്പിക്കാൻ കൊണ്ടുവരുമായിരുന്നു. ഇർഫാൻ പത്താനെ നോക്കുവാണെങ്കിൽ പ്രൊമോട്ട് ചെയ്യുമായിരുന്നു. ODIയിലും ടെസ്റ്റിലും ഒക്കെ നോക്കുവാണെങ്കിൽ സച്ചിനെ നോക്കുവാണെങ്കിൽ ബാറ്റിംഗ് പൊസിഷൻ താഴേക്ക് ഇറക്കാൻ ശ്രമിച്ചു. അവിടെ ഓൾറൗണ്ടർമാരുടെ സിദ്ധാന്തം കൊണ്ടുവരുന്നു. ഇർഫാൻ പത്താനെ ഓൾറൗണ്ടർ ആക്കുമായിരുന്നു അവിടെ ഗ്രേറ്റ് ചാപ്പലിൻ്റെ പരിപാടി. ഇവിടെ ഗൗതം ഗംഭീറിൻ്റെ പരിപാടി എന്തുവാ? സുന്ദറിനെ നമ്പർ 3യിൽ കളിപ്പിക്കും. അർഷിത് റാണയെ നോക്കുവാണെങ്കിൽ ശിവൻ ദുബൈക്ക് മുമ്പായിട്ട്, KL രാഹുലിന് മുമ്പായിട്ട് പറഞ്ഞു വിടുന്ന ഒരു ഗൗതം ഗംഭീറിനെയാണ് കാണുന്നത്. ഏകദേശം നോക്കുവാണെങ്കിൽ കോപ്പി പേസ്റ്റ്. പക്ഷേ ഗ്രേറ്റ് ചാപ്പലിൻ്റെ ഹോം റെക്കോർഡ് ബെറ്റർ ആയിരുന്നു ഗൗതം ഗംഭീറിനെ കാട്ടി. പക്ഷേ ഗൗതം ഗംഭീറിന് പറയത്തക്ക ഒരു റെക്കോർഡും ഹോമിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. വാർത്തകൾ പുറത്തോട്ട് വരുന്ന പ്രകാരം BCCIയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള മിഥുൻ മനാസിൻ്റെ അടുത്ത് സീനിയർ ആയിട്ടുള്ള പ്ലേയേഴ്സ് കംപ്ലൈൻറ്റ് ഉന്നയിച്ചിട്ടുണ്ട് ഗൗതം ഗംഭീറിനെതിരെ. അതുപോലെ തന്നെ BCCIയുടെ സെക്രട്ടറി സൈക്യാജിയുടെ മുമ്പിലേക്കും ആ കംപ്ലൈൻറ്റ് ഉന്നയിച്ചു. BCCIയുടെ വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ലയെടുത്തും ആ ഒരു കംപ്ലൈൻറ്റ് ഇന്ത്യയുടെ സീനിയർ ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉന്നയിച്ചിട്ടുണ്ട്. എന്താണ് ആ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാർത്തകൾ പുറത്തേക്ക് വരുന്നത് മത്സരങ്ങൾ പരാജയപ്പെടുന്നതിന് ശേഷം, സീരീസുകൾ പരാജയപ്പെടുന്നതിന് ശേഷം പ്ലേയേഴ്സിലോട്ട് പോയിന്റ് ഔട്ട് ചെയ്യുവാണ്. നിങ്ങൾ കാരണമാണ് ഈ മത്സരം തോക്കാനുള്ള കാരണം, നിങ്ങളുടെ പെർഫോമൻസ് കൊണ്ടാണ് ഈ മത്സരം തോക്കാനുള്ള കാരണം, നിങ്ങൾ പെർഫോമൻസ് ചെയ്തില്ല, നിങ്ങൾ എന്തുകൊണ്ട് കളിക്കുന്നില്ല, നിങ്ങൾ ടീമിൽ നിലനിൽക്കാൻ യോഗ്യതയില്ല, നിങ്ങളെ അടുത്ത സെലക്ഷനകത്ത് ടീമിലേക്ക് ഉൾക്കൊള്ളിക്കത്തില്ല. എല്ലാ റെസ്പോൺസിബിലിറ്റിയും, പരാജയത്തിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും പ്ലേയേഴ്സിൻ്റെ മണ്ടയിലേക്ക് കെട്ടിവെക്കുന്ന ഒരു ഹെഡ് കോച്ചാണ്. അതുപോലെ തന്നെ പ്ലേയേഴ്സ് കംപ്ലൈൻറ്റ് ചെയ്യുന്നത് എല്ലാ പരാജയവും കോച്ചിങ് സ്റ്റാഫിൻ്റെ മണ്ടയിലേക്ക് കെട്ടിവെക്കുന്ന ഒരു ഹെഡ് കോച്ച്. പ്ലേയേഴ്സിനെ ബ്ലെയിം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കോച്ചിങ് സ്റ്റാഫിനെയും ബ്ലെയിം ചെയ്യും. അഭിഷേക് നായർ നമ്മൾ കണ്ടു, BGT പരാജയത്തിന് ശേഷം അഭിഷേക് നായറിനെ ടീമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഇംഗ്ലണ്ട് സീരീസിന് ശേഷം 2 കോച്ചുമാർ, ഇന്ത്യയുടെ ഫീൽഡിംഗ് കോച്ചും അതുപോലെ തന്നെ അസിസ്റ്റന്റ് കോച്ചും പുറത്തേക്ക് പോകുന്നു. അവരെ ബ്ലെയിം ചെയ്യുന്നു. BCCI നോക്കുവാണെങ്കിൽ കോച്ചിങ് സ്റ്റാഫിന് മേലിൽ അൺഹാപ്പിയാണ്. അവരെ ഒന്നും കോൺട്രാക്ട് റിന്യൂ ചെയ്യാൻ BCCI തയ്യാറെടുക്കുന്നില്ല. ഗൗതം ഗംഭീറിനെ ഫോഴ്സും ഉണ്ട്. പരാജയപ്പെടുന്നതിനുള്ള കാരണം എല്ലാം കോച്ചിങ് സ്റ്റാഫുമാരുടെയും പ്ലേയേഴ്സിൻ്റെ മണ്ടയിൽ കെട്ടിവെക്കുന്ന ഒരു ഗൗതം ഗംഭീർ. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. BGT തോൽവിക്ക് ശേഷം നേരെ രോഹിത് ശർമ്മയെ ബ്ലെയിം ചെയ്തു. പരാജയത്തിനുള്ള മെയിൻ കാരണം രോഹിത് ശർമ്മയും സീനിയർ ആയിട്ടുള്ള പ്ലേയേഴ്സും ആണ് എന്ന് പറഞ്ഞ് അവരെ ബ്ലെയിം ചെയ്തു. അതിനുശേഷം ഇന്ത്യ ടെസ്റ്റ് സീരീസ് ജയിച്ചിട്ടുണ്ടോ? ഗൗതം ഗംഭീറിന്റെ കീഴിൽ ഇന്ത്യയുടെ ടെസ്റ്റ് റെക്കോർഡ് എന്താണ്? നമ്മൾ ഗൗതം ഗംഭീറിന്റെ കീഴിൽ ജയിച്ചിട്ടുള്ളത് ബംഗ്ലാദേശിനെതിരെ, വെസ്റ്റ് ഇൻഡീസിനെതിരെ മാത്രമാണ് ടെസ്റ്റ് സീരീസ് ജയിച്ചിട്ടുള്ളത്. ആസ്ട്രേലിയക്കെതിരെ തോറ്റു, ന്യൂസിലാൻഡിനെതിരെ തോറ്റു, സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ തോറ്റു. മെയിനായിട്ടുള്ള ടീമിൻ്റെ എല്ലാം കീഴിൽ നമ്മൾ ഗൗതം ഗംഭീറിന്റെ കീഴിൽ തോറ്റു. എല്ലാത്തിനും ഉത്തരവാദി പ്ലേയേഴ്സിലോട്ട് ബ്ലെയിം ചെയ്യുന്നു. അതുപോലെ തന്നെ ഋഷഭ് പന്തിനെ ബ്ലെയിം ചെയ്യുന്നു, ഋഷഭ് പന്തിനെ ടാർഗറ്റ് ചെയ്യുന്നു. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായിട്ടുള്ള ടെസ്റ്റ് സീരീസ് പരാജയത്തിന് ശേഷം ഗൗതം ഗംഭീർ പോയിന്റ് ഔട്ട് ചെയ്തത് ഋഷഭ് പന്തിനെയാണ്. ഋഷഭ് പന്ത് കാരണമാണ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ടെസ്റ്റ് സീരീസ് പരാജയപ്പെടാനുള്ള കാരണമെന്നാണ് പോയിന്റ് ഔട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് നമുക്ക് കണ്ടു ഋഷഭ് പന്തിൻ്റെ അവസ്ഥ എന്താണെന്ന്. ഋഷഭ് പന്ത് ഇന്ത്യൻ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു ടെസ്റ്റിന്. ഇന്ന് ഇന്ത്യൻ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ അല്ല. വരും സീരീസുകളിനകത്ത് പ്ലേയിങ് ഇലവനകത്ത് കാണുമെന്ന് പോലുള്ള കാര്യത്തിനകത്ത് ഉറപ്പില്ല. ഗൗതം ഗംഭീറിന്റെ കീഴിൽ സീനിയർ ആയിട്ടുള്ള പ്ലേയേഴ്സും അതുപോലെ തന്നെ പുതിയ പ്ലേയേഴ്സും അൺഹാപ്പിയാണ്. ഡ്രസ്സിംഗ് റൂമിൽ നോക്കുവാണെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ല, അവർ ഇൻസെക്യൂർ ആണ്. ഏത് സമയത്തും അവരുടെ സ്ഥാനം തെറിച്ചേക്കാം, ടീമിൽ നിന്ന് പുറത്തേക്ക് പോയേക്കാം. ഒരു കളിയിലെ മോശം പ്രകടനം കൊണ്ട് പുറത്തേക്ക് പോകാമെന്നുള്ള ഒരു തോന്നൽ എല്ലാവരുടെ ഉള്ളിൽ വന്നേക്കുക. സഞ്ജു സാംസൺ അതിനകത്ത് ഒരു ഉദാഹരണമാണ്. T20 വേൾഡ് കപ്പിൻ്റെ വിന്നിംഗ് പ്ലെയർ. ഇന്ന് ടീമിൻ്റെ ഒപ്പം ഇല്ല, നാളെ ടീമിൻ്റെ ഒപ്പം കാണുമെന്നുള്ള കാര്യത്തിൽ ആർക്കാണ് ഉറപ്പ്?
സോ ഓരോ പരാജയവും പ്ലേയേഴ്സിൻ്റെ മണ്ടയിലേക്ക് കെട്ടിവെക്കുന്നു. ഓരോ പരാജയം കോച്ചിങ് സ്റ്റാഫിൻ്റെ മണ്ടയിലേക്ക് വെച്ചിട്ട് ഒളിച്ചിരിക്കുന്ന ഒരു ഗൗതം ഗംഭീർ എന്നാണ് പരാതിയിൽ സീനിയർ ആയിട്ടുള്ള പ്ലേയേഴ്സ് പറയുന്നത്. ഇതേ പരാതി സീനിയർ ആയിട്ടുള്ള പ്ലേയേഴ്സിൻ്റെ മുമ്പിലിട്ടും അവർ വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് MS ധോണി ഇംഗ്ലണ്ടിനകത്ത് എല്ലാ ODIക്കകത്തും ആ ഒരു പ്രസൻസ് കണ്ടായിരുന്നു നമ്മൾ MS ധോണിയുടെ. MS ധോണി ക്ലോസ്ലി നോക്കുവാണെങ്കിൽ ഇതിലൊക്കെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യുവരാജ് സിംഗിൻ്റെ ഒരു പ്രസൻസ് നമ്മൾ അവിടെ കണ്ടായിരുന്നു. സോ സീനിയർ ആയിട്ടുള്ള പ്ലേയേഴ്സ് ഇത് ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്നുണ്ട്. BCCIക്കും ഏകദേശം കാര്യങ്ങൾ മനസ്സിലായെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വരുന്ന ശ്രീലങ്ക സീരീസ് ഗൗതം ഗംഭീറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സീരീസ് ആയിരിക്കും. അതിനകത്ത് റിസൾട്ട് റോങ് ആണെങ്കിൽ എന്തായാലും ആ ഒരു പൊസിഷൻ ഇളകാനുള്ള വളരെ വലിയ ചാൻസ് കൂടുതലാണ്. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ശ്രീലങ്ക സീരീസ് മുൻകാലങ്ങളിൽ വളരെ എളുപ്പമായിരുന്നു. പക്ഷേ ഗൗതം ഗംഭീറിന്റെ നേതൃത്വത്തിൽ ഈ ടീം എന്ത് കാഴ്ചവെക്കുമെന്ന് പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ ഹോം റെക്കോർഡ് പോലും അത്ര മോശമാണ്. സോ എനിക്ക് തോന്നുന്നു BCCI ഇത് വളരെ സീരിയസ് ആയിട്ടാണ് എടുക്കുന്നത്. റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വരുന്നത്, ഇത്രമാത്രം കംപ്ലയിൻറ്റ്സ് പ്ലെയേഴ്സ് കൊടുക്കുന്നതും, അതുപോലെ തന്നെ റിസൾട്ട് ഇന്ത്യയുടെ 3 ഫോർമാറ്റിലും റിസൾട്ട് ഗൗതം ഗംഭീറിന്റെ കീഴിൽ, ODIയിലെ റിസൾട്ടും ഗൗതം ഗംഭീറിന്റെ കീഴിൽ വളരെ മോശമാണ്. നമ്മൾ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയാണ് ജയിച്ചത്, ഓസ്ട്രേലിയയിൽ നമ്മൾ പരാജയപ്പെട്ടു, ന്യൂസിലാൻഡ് നമ്മളെ മണ്ണിൽ വന്ന് നമ്മളെ പരാജയപ്പെടുത്തി. രാഹുലിന്റെ നേതൃത്വത്തിൽ സൗത്ത് ആഫ്രിക്കയെ മാത്രമാണ് നമ്മൾ പരാജയപ്പെടുത്തുന്നത്. ഗൗതം ഗംഭീറിന്റെ നേതൃത്വത്തിൽ രോഹിത് ശർമ്മ അങ്ങോട്ട് മാറി നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്ന ഒറ്റ ഒരു കാര്യമാണ്, നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ പ്ലേയേഴ്സാണ്. ഒരു കോച്ചിങ് സ്റ്റാഫ് ഇല്ല എങ്കിലും, ഒരു കോച്ച് ഇല്ല എങ്കിലും ഇന്ത്യയുടെ പ്ലേയേഴ്സിന് കളിക്കാൻ കഴിയും. അവരെ അഴിച്ചു വിടുക, അവരെ സ്വതന്ത്രമായിട്ട് വിടുക, അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുക, അതാണ് ഒരു ഹെഡ് കോച്ചിന്റെ റോള്. രവിശാസ്ത്രി എന്താണോ ചെയ്തത്, ഒരു മെന്ററായിട്ട് തോളെ കൈയിട്ട് പ്ലേയേഴ്സിന്റെ കൂടെ നിന്നു. അതിന്റെ റിസൾട്ട് ഇന്ത്യൻ ടീമിനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അയാൾക്ക് ICC ട്രോഫി ഒന്നും ഇല്ലായിരുന്നേ ഉള്ളൂ, പക്ഷേ ഹോമിൽ നമ്മൾ പുലികളായിരുന്നു. നമ്മുടെ ഹോം ഡോമിനൻസ് നഷ്ടപ്പെട്ടു ഗൗതം ഗംഭീറിന്റെ കീഴിൽ. നമ്മുടെ പ്ലേയേഴ്സിന്റെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു. സീനിയർ പ്ലേയേഴ്സ് അസ്വസ്ഥരാണ്. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ അടക്കമുള്ളവർ. രോഹിത് ശർമ്മ നമ്മൾ കണ്ടു, ലോർഡ്സിൽ രോഹിത് ശർമ്മയുടെ അവസാനത്തെ മത്സരമാണെന്ന് പറയേണ്ടതായിട്ട് വന്നു രോഹിത് ശർമ്മയ്ക്ക്. തീർച്ചയായിട്ടും രോഹിത് ശർമ്മയെ പോയിന്റ് ചെയ്തായിരുന്നു അവിടെ. BCCIയുടെ ശക്തമായിട്ടുള്ള ഒരു സപ്പോർട്ട്, അത് മാത്രമാണ് രോഹിത് ശർമ്മ തുടരാനുള്ള മെയിനായിട്ടുള്ള കാരണം. ഇത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. ഈ ഒരു കോച്ചിന്റെ കീഴിൽ BCCI നമ്മുടെ റിസൾട്ട് ഒന്ന് പരിശോധിക്കുക. ODIക്കകത്താണെങ്കിലും ടെസ്റ്റിനകത്താണെങ്കിലും ഇപ്പം T20ക്കകത്തും ഈ ഒരു കോച്ചിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? പ്ലേയേഴ്സിനെ ബ്ലെയിം ചെയ്യുന്ന, കോച്ചിങ് സ്റ്റാഫിനെ ബ്ലെയിം ചെയ്യുന്ന ഒരു കോച്ചാണ് ഗൗതം ഗംഭീർ. സ്വയമേ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി, അതിനെ ശരിയാക്കാൻ വേണ്ടി ഗൗതം ഗംഭീർ എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ഹെഡ് കോച്ച് ഒന്നും ചെയ്യുന്നില്ല. എല്ലാ അധികാരവും തൻ്റെ കയ്യിലേക്ക് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏകാധിപതിയായിട്ട് ഗൗതം ഗംഭീർ മാറി. BCCI തീർച്ചയായിട്ടും ഇതിനകത്തൊരു പരിഹാരം കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീലങ്ക സീരീസിന് ശേഷം കാണട്ടെ, ഇന്ത്യൻ ടീം എന്നും നിലനിൽക്കട്ടെ, ഇന്ത്യയുടെ പ്ലേയേഴ്സിന് കോൺഫിഡൻസ് കൂടുതലായിട്ട് കിട്ടട്ടെ, അവർക്ക് നല്ല നല്ല പെർഫോമൻസുകൾ കാഴ്ചവെക്കാൻ കഴിയട്ടെ. BCCI തീർച്ചയായിട്ടും ഗൗതം ഗംഭീർ എന്ന് പറഞ്ഞ ഒരു ഏകാധിപതിയായിട്ടുള്ള ഒരു കോച്ചിനെതിരെ വടിയെടുത്താലേ ശരിയാവും.